നമ്മുടെ പ്രിയപ്പെട്ട 6 contestants, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ഒരിക്കൽ കൂടി പറയുന്നു. യു ആർ ഓൾ ടു ഗുഡ് ഇൻ ദ സ്റ്റേജ്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നു ഈ സ്റ്റേജിൽ അങ്ങനെ വിസിബിളി അല്ലെങ്കിൽ കേട്ടത് വെച്ചിട്ട് എടുത്തു പറയാൻ തക്ക ഒരു മോശം പെർഫോമൻസ് പോലുമില്ല. എല്ലാ പെർഫോമൻസും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് നിൽക്കുന്നതായിരുന്നു. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ ഓൾ ഓഫ് യു. ബിക്കോസ് ഇതിൽ നിന്ന് 3 പേരോ 4 പേരോ പുറത്തായാലും വിൽ ഓൾ മിസ് യു. യു ആർ ഓൾ ടു ഗുഡ്. ഓണസ്റ്റ്ലി അത്രയും നിങ്ങളുടെ പാട്ടുകൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. സോ വിൽ സ്ലോലി സ്റ്റാർട്ട് ദ എലിമിനേഷൻ പ്രോസസ്. ആൻഡ് എപ്പോഴും പോലെ ഈ വളരെ വിഷമകരമായ ദൗത്യം എന്നിൽ നിക്ഷിപ്തമാണ്. വിത്ത് യുവർ പെർമിഷൻ ആൻഡ് വിത്ത് ദ പെർമിഷൻ ഓഫ് യുവർ പേരൻസ് ഐ ആം സ്റ്റാർട്ടിംഗ് ദിസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞ പോലെ 3 പേര് അല്ലെങ്കിൽ 4 പേരായിരിക്കും എലിമിനേറ്റ് ആവുക. ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു കോൾ ഐഷ ആൻഡ് ഗ്രീഷ്മ. സോ 2 പേരും നമ്മുടെ പ്രിയപ്പെട്ട സിംഗേഴ്സ്. അതിൽ റിസൾട്ട് ഐ ഹാവ് ടു ഡിക്ലെയർ ദ റിസൾട്ട്. ഐഷ വളരെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള സിംഗേഴ്സ്, എല്ലാം സ്റ്റേജിലും ടോപ്പറായിട്ട് വന്നിരുന്ന സിംഗർ. ഈ സ്റ്റേജിൽ അൺഫോർച്ചുനേറ്റ്ലി യു ആർ എ ബിറ്റ് ബാക്ക്. പറയാൻ പറ്റൂല. ഇറ്റ്സ് എ കോമ്പറ്റീഷൻ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് കോമ്പറ്റീഷൻ, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ദാറ്റ് ഡേ. അതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമില്ല. അതുപോലെ ഗ്രീഷ്മ വാസ് വെരി ഗുഡ് ഇൻ ദ സ്റ്റേജ്. പക്ഷെ പ്രീവിയസ് സ്റ്റേജ് വീക്കായി പോയിരുന്നു ഗ്രീഷ്മയ്ക്ക്. സോ ഐ ഹാവ് ടു അനൗൺസ് ദ റിസൾട്ട്സ്. ഇന്ന് പാടിയതിൽ സർപ്രൈസിംഗ്ലി നിങ്ങൾ 2 പേരുമാണ് ടോപ്പ് സ്കോറേഴ്സ്. Aisha has scored 76 and you are first in today's singing. Grishma has got 75. You are second in the elimination singing. But that is going to affect the result by 1 mark. ഒരു മാർക്കിൽ അത് നിങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കും. Both of us, you are very good. All the best. It's my duty. Aisha, you are in. ഐഷയുടെ ടോട്ടൽ എല്ലാ സ്റ്റേജും കൂടി കൂട്ടി 547.5 പ്ലസ് ഇന്നത്തെ 76. That makes your total 623.5 and you are into the semi-finals of ITL World Junior Idol Season 2. Please join your family and friends. All the best. So Aisha's into the semi-finals of ITL World Junior Idol. Congratulations Aisha once again. You sang very well. ഗ്രീഷ്മ, നമുക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു സിംഗർ. ഈ സ്റ്റേജിൽ അസലായിട്ട് പാടി മോൾ. ഇഫ് ഐ എം കറക്റ്റ്, മലർന്നു മലരാതെ വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് ഓഫ് യുവേഴ്സ് ഇൻ ITL വേൾഡ് ജൂനിയർ ഐഡൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ സ്റ്റേജ് മോൾക്ക് ഇത്തിരി വീക്കായി പോയി അല്ലേ? ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ എനി കോമ്പറ്റീഷൻ. ചില ദിവസം നമുക്ക് പാടാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ മുമ്പിൽ വളരെ സർപ്രൈസായി അവശേഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ തന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് നിങ്ങൾക്ക് പാടാം എന്ന് ഞങ്ങൾ പറഞ്ഞു. എല്ലാവരും അവർക്ക് ഹയസ്റ്റ് സ്കോർ കിട്ടിയ പാട്ടെടുത്താണ് പാടിയത്. ആൻഡ് എന്തുകൊണ്ട് മോള് വീണ്ടും നിലാവയിലേക്ക് തിരിച്ചുപോയി? അത് ഇംപ്രൂവ് ആയോന്നൊന്നും കൂടെ ടെസ്റ്റ് ചെയ്യാൻ. ആൻഡ് വെരി ഓണസ്റ്റ്ലി വി അപ്രീഷിയേറ്റ് ദാറ്റ് ജെനുവിൻനെസ് ഓഫ് യുവേഴ്സ്. ബിക്കോസ് ഞങ്ങൾ ആദ്യം പറഞ്ഞ കാര്യം, ഒരു കുട്ടിയും ചെയ്യാത്തൊരു സന്മനസ് ഗ്രീഷ്മ ചെയ്തു. ആൻഡ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, സോറി ടു സേ, ബട്ട് ഓൾ ദ ബെസ്റ്റ് മോളെ. ഇവിടെയുള്ള കുട്ടികളിൽ ഇൻക്ലൂഡിങ് ഐഷ ടോപ്പ് സ്കോറർ ഗ്രീഷ്മയാണ്. So you are into the semi-finals of ITL World Junior Idol. Yes, Grishma. Congratulations. Please join your family and friends with
ആയിഷയുടെ ടോട്ടൽ സ്കോർ വാസ് 623.5. ആയിഷ 9. ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്ന ടോട്ടൽ 627.5. 4 marks more than Aisha. So she is also into the semi-finals of ITL World Junior Idol. And next is Unimaya and Kritika. Again, നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട ഫീമെയിൽ കണ്ടസ്റ്റൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളുടെ രീതിയിൽ നമുക്ക് വേണ്ടി പാട്ടുകൾ പ്രസന്റ് ചെയ്ത കുട്ടികൾ. മോളൊന്ന് ചന്ദ്രകൽപ്പം ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, ആസ് വെൽ ആസ് കണ്ണാന്തുമ്പി കൃത്തികയും അസലായിട്ട് പാടി. ആൻഡ് കൃത്തികയ്ക്ക് ഇന്ന് കിട്ടിയ മാർക്ക് 69 out of 100. ആൻഡ് ഉണ്ണിമായയ്ക്ക് കിട്ടിയ മാർക്ക് 70 out of 100. So again, the competition is very tough, very very tough, because ഒരു മാർക്കിന്റെ വ്യത്യാസം മാത്രമേ നിങ്ങൾ തമ്മിലുള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് ഐ ഹാവ് ടു അനൗൺസ് ദ റിസൾട്ട്. ഉണ്ണിമായയുടെ നെറ്റ് സ്കോർ ഇസ് 539.25 പ്ലസ് അന്നത്തെ സ്കോർ 7609.25. All the best. Sorry to say, you are out of ITL World Junior Idol. തീർച്ചയായിട്ടും മറ്റൊരവസരത്തിൽ ഇതേ വേദിയിൽ മോള് ഞങ്ങൾ ജോയിൻ ചെയ്യണം. ഓൾ ദ വെരി ബെസ്റ്റ്. ഇത്രയും കാലം ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ നമുക്ക് വേണ്ടി പാടിത്തന്നു. വി വിൽ ഡെഫിനറ്റ്ലി മിസ് യു. പി ചേട്ടാ, ഫ്യൂ വേർഡ്സ് ടു ഉണ്ണിമായ. ഉണ്ണിമായ, നമ്മളുടെ കോണ്ടസ്റ്റിൽ ഏറ്റവും ഡീസൻ്റായിട്ട് ഉണ്ണിമായെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വളരെ നീറ്റായിട്ട് പാടിയിരുന്നൊരു കണ്ടസ്റ്റൻ്റാണ് ഉണ്ണിമായ. പിന്നെ ഞാൻ ഒരു റൗണ്ടിൽ പറഞ്ഞു ഉണ്ണിമായയുടെ പാട്ടിനെ കുറിച്ച് പാതി വിരിഞ്ഞ പൂവിനെ പോലെയാണെന്ന്. പാതി വിരിഞ്ഞ പൂവിന് അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്. പക്ഷെ ഫുള്ളി ബ്ലൂംഡ് ഫ്ലവർ എന്ന് പറഞ്ഞത് അതിലും മനോഹരമാണ്. പാതി വിരിഞ്ഞത് എന്ന് പറഞ്ഞത് അതിന് മുമ്പത്തെ സ്റ്റേജാണ്. ഉണ്ണിമായയെ കുറിച്ച് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് പാട്ടിന്റെ സ്കില്ലോ ടാലന്റോ കൊണ്ടല്ല. ഉണ്ണിമായയുടെ എനിക്ക് തോന്നുന്നു എന്തോ ഉണ്ണിമായ പിന്നോട്ട് വലിക്കുന്നുണ്ട്, ഒരു ബ്ലൂം ചെയ്യാൻ വേണ്ടി എന്ന് എനിക്ക് തോന്നുന്നു. അത് ഉണ്ണിമായ നീക്കം ചെയ്യാം. ഞാനാണ് പാടുന്നതെങ്കിൽ ഞാൻ ഈ ക്വാർട്ടറിൽ പോലും എത്തില്ല. എനിക്ക് ഒരുപാടുള്ളൊരു ക്വാളിറ്റിയാണത്. അതുകൊണ്ട് ഞാൻ ക്വാർട്ടറിൽ പോലും എത്തില്ല. അപ്പോൾ ഉണ്ണിമായ അത് മാത്രം ശ്രദ്ധിക്കുക. ഉണ്ണിമായ ഒരു കമ്പാരിറ്റീവ്ലി ഒരു കുറച്ച് ഇതുള്ള ഒരു സിംഗർ ആയതുകൊണ്ടൊന്നുമല്ല. ഉണ്ണിമായ ഇസ് എ വെരി കോമ്പിറ്റന്റ് സിംഗർ ലൈക്ക് അതർ കണ്ടസ്റ്റൻസ്. ഉണ്ണിമായ കോമ്പിറ്റന്റ് ആണ്. ഇത്ര ചെറിയ കാര്യങ്ങൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഉണ്ണിമായ ഒന്ന് സ്വയം കേട്ട് അത് സുഖമായിട്ട് നീക്കം ചെയ്യാവുന്ന ചില തടസ്സങ്ങൾ മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേട്ടോ? ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു ചേട്ടാ. ചേച്ചി മോളെ തീർച്ചയായിട്ടും ഞങ്ങൾ മിസ് ചെയ്യും. പക്ഷേ ഇവിടെ ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ സമയം കിട്ടുമ്പോൾ കൂട്ടുകാരോടത്ത് കൂട്ടുകൂടാനൊക്കെ വരണം. അതുപോലെ നല്ലൊരു അച്ഛൻ, സാറ്, എല്ലാവരും എപ്പോഴും ഉണ്ണിക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകാൻ ഉണ്ട് അല്ലേ? അതുകൊണ്ട് നല്ല മിടുക്കിയായിട്ടിരിക്കുക, പഠിക്കുക, പാട്ട് പഠിക്കുക, സന്തോഷമായിട്ട് കുറച്ചുകൂടെ ഒരു പ്ലസന്റ് ആയിട്ടിരിക്കുക. കേട്ടോ? താങ്ക് യു റിമി ചേച്ചി. ഉണ്ണിമായ, മോൾക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ദൈവത്തിനോട് നന്ദി. പിന്നെ പാരൻസ്, ജഡ്ജസ്, അഭിലാഷേട്ടൻ, ദേവദാസങ്ങൾ, ശ്രീത്തേട്ടൻ, ശംഭുചേട്ടൻ, പിന്നെ ഓർക്കസ്ട്ര, സിംഗിങ് ബേർഡ്സ് ഓർക്കസ്ട്ര, പിന്നെ മേഘന ചേച്ചി, പിന്നെ എല്ലാ പാരൻസ് എല്ലാവരോടും, പിന്നെ ഫുൾ ക്രൂ, ജയ് ഹിന്ദിന്റെ ഫുൾ ക്രൂ, ITL എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ ഞങ്ങളും ഒരുപാട് മിസ് ചെയ്യും ഉണ്ണിമായ അല്ലേ? ബിജേട്ടാ, can you please come to the stage? ഉണ്ണിമായ, ഒരുപാട് സന്തോഷം. എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും മോളെ
നാളെ ഒരു പിന്നണി ഗായികയായിട്ട് കാണാൻ സാധിക്കട്ടെ. മോളോടൊപ്പം എനിക്കൊരു ഡുവറ്റ് പാടാൻ പറ്റരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, all the best. Please join your family. Thank you Unnimaya. Thank you for all the pain taken. God bless you in all the best possible way. ചന്ദ്രകളഭം